ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിൽ നോക്കിക്കേ, സെറ്റ് ഓഫ് മീൻസ് adjustments of losses against the profits from another source or head of income in the same assessment year. ഒരേ അസസ്മെന്റ് ഇയറിൽ തന്നെ, അതായത് ഇപ്പൊ 2021-22 അസസ്മെന്റ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ 21-22 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയറിൽ തന്നെ ഈ 5 ഹെഡ് ഓഫ് ഇൻകങ്ങളിൽ ഏതെങ്കിലും ഒരു ഹെഡ് ഓഫ് ഇൻകത്തിന് ലോസ് ആയിരിക്കുകയും മറ്റ് ഹെഡ്സ് ഓഫ് ഇൻകങ്ങളിലൊക്കെ എക്സ്ട്രാ ഇൻകം ഉണ്ടാവുകയും അല്ലെങ്കിൽ കൂടുതൽ എക്സസ് ഇൻകം ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്താൽ ഈ ലോസിനെ അല്ലെങ്കിൽ ഒരു ഹെഡിൽ ഉണ്ടാകുന്ന ലോസിനെ മറ്റേ ഹെഡിലുള്ള പ്രോഫിറ്റ് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആ ലോസ് മറ്റുള്ള ഹെഡുകളിലുള്ള പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. അങ്ങനെ ആ പ്രോഫിറ്റ് ഡിഡക്ട് ചെയ്തുകൊണ്ട് കുറഞ്ഞ പ്രോഫിറ്റിന് മാത്രം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഹെഡിലെ ലോസ് മറ്റൊരു ഹെഡിലെ പ്രോഫിറ്റിൽ നിന്ന് കുറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അനുവദിക്കുന്നുണ്ട്. പക്ഷെ അതിന് ചില നിയമങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെറ്റ് ഓഫ്. അത് ഒരേ വർഷം തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അത് സെറ്റ് ഓഫ് ആണ്. ഇനി ഈ വർഷം ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ എമൗണ്ടിനെ അല്ലെങ്കിൽ ഇനിയും റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ, എഴുതി തള്ളാൻ പറ്റാതെ നിൽക്കുന്ന, സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റാതെ നിൽക്കുന്ന ലോസുകൾ ഉണ്ടെങ്കിൽ അതിനെ വരും വർഷങ്ങളിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, വരും വർഷങ്ങളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ലോസുകൾ എഴുതി തള്ളാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വർഷത്തിന്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ ആ വർഷം സാധിക്കാതെ വന്നാൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. സെയിം ഇയറിൽ തന്നെ ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി പോയാൽ അതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുക. നെക്സ്റ്റ് ഇയറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ, ഇനി അങ്ങനെ വരുമ്പോ ദ ഫോളോവിങ് ആർ ദ റൂൾസ് ഓഫ് സെറ്റ് ഓഫ്. നിയമം അനുവദിക്കുന്ന ചില റൂളുകളുണ്ട്. ഓക്കെ, ഇൻകം ടാക്സ് അനുവദിക്കുന്ന ചില റൂൾസ് ഉണ്ട്. ഈ റൂളിനനുസരിച്ച് മാത്രമേ ഈ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. അതിൽ നിന്ന് വേറിട്ട് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകേണ്ടതാണ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. അത് നോക്കിക്കേ, ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറയാ. ഇന്റർ സോഴ്സ് മീൻസ് എന്താ? ഡിഫറെന്റ് സോഴ്സസ് അണ്ടർ ദി സെയിം ഹെഡ് ഓഫ് ഇൻകം. ഒരേ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ തന്നെ രണ്ട് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുകയും അതിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിന് ലോസും മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകത്തിന് പ്രോഫിറ്റുമാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾക്ക് രണ്ട് ബിസിനസ്സുകളുണ്ട്, രണ്ട് തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ബിസിനസ്. അപ്പൊ ഇതിൽ രണ്ടിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഹെഡ്സ് ഓഫ് ഇൻകം ഒന്നാണ്, പക്ഷെ ഒരു ബിസിനസ് നഷ്ടവും മറ്റു ബിസിനസ് ലാഭവുമാണ്. ഓക്കെ, ആ സിറ്റുവേഷനിൽ ആ നഷ്ടമുള്ള ബിസിനസ്സിനെ ആ നഷ്ടം ഈ ലാഭമുള്ള ബിസിനസിന്റെ ലാഭത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ലാഭത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത്? ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രാ ഹെഡ്. ഒരേ ഹെഡിനുള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഒരേ ഹെഡിനുള്ളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഹൗവർ അതിന്റെ താഴേക്ക് നോക്കിക്കേ, ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ് ഈസ് നോട്ട് allowed in the following cases. പ്രത്യേകം ഓർക്കുക, താഴെ പറയുന്ന കേസുകളിൽ ഒരിക്കലും ഈ ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ് അനുവദിക്കുന്നില്ല. ഏതൊക്കെ സാഹചര്യങ്ങള്? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് LTCL എന്ന് പറയുന്നത് can be set off only against long term capital gain and not short term capital gain. പ്രത്യേകം ഓർത്തുള്ള, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ലോസും ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ഒക്കെ നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിന്റെ അകത്താണ് വരുന്നത്. പക്ഷേ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ടാക്സിന് ട്രീറ്റ് ചെയ്യേണ്ടത്. ഒന്നിന് ഫ്ലാറ്റ് റേറ്റ് 20%, മറ്റൊന്നിന് നോർമൽ റേറ്റും ഒക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട്
ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നതെങ്കിൽ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് നമുക്ക് ഒരു വർഷം സെറ്റ് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ, ആ ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് അഗൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ദാറ്റ് മീൻസ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് only against long term capital gain. Okay, long term capital gain, long term capital loss, long term capital gain ഉപയോഗിച്ച് മാത്രം സെറ്റ് ഓഫ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. LTCL എന്ന് പറയുന്നത് LTCGക്ക് അഗൻസ്റ്റ് ആയിട്ട് മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്. ഇനി താഴെ നോക്കിക്കേ, ബട്ട് എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ക്യാൻ ബി സെറ്റ് ഓഫ് അഗൻസ്റ്റ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതേസമയം LTCLന് പകരം STCL ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നതെങ്കിൽ, ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസിനെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും രണ്ടിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യും. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതാണ് ആദ്യത്തെ ഒരു കാര്യം. നെക്സ്റ്റ്, speculation loss can be set off only against the profit of another speculation business. സ്പെക്കുലേഷൻ ബിസിനസ്, ആ തരത്തിലുള്ള ബിസിനസ്സുകൾ, ഇപ്പോൾ ഷെയർ മാർക്കറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള ബിസിനസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നഷ്ടം ആ തരത്തിലുള്ള സ്പെക്കുലേഷൻ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവൂ. മറ്റ് ബിസിനസ്സുകളിലെ പ്രോഫിറ്റിൽ നിന്ന് അത് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. എന്നാൽ ബട്ട് other business losses can be set off against profits on speculation business. മറ്റ് ബിസിനസ്സുകൾക്ക് നഷ്ടം ഉണ്ടാവുകയും അത് വേണമെങ്കിൽ പക്ഷെ സെറ്റ് ഓഫ് ചെയ്യാൻ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉപയോഗിക്കുകയും ചെയ്യാം. സ്പെക്കുലേഷൻ ലോസ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് മാത്രമേ പറ്റൂ. പക്ഷെ ഏത് ബിസിനസ് ലോസും സ്പെക്കുലേഷൻ പ്രോഫിറ്റിന് അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്ത് കളയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ലോസസ് ഫ്രം ദി ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ്. ഹോഴ്സ് റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു അതർ ഇൻകത്തിന്റെ അകത്ത്. അപ്പൊ ഈ ഹോഴ്സ് റേസുകൾ അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസിന് നിന്ന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ അത് ഈ പറഞ്ഞ രീതിയിലുള്ള ഹോഴ്സ് റേസിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് അഗൻസ്റ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. വേറെ ഒന്നിനും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഹോഴ്സ് റേസിന്റെ ഇൻകം ഹോഴ്സ് റേസിന്റെ ലോസ് ഹോഴ്സ് റേസിന്റെ ഇൻകത്തിൽ നിന്ന് മാത്രം. ഇനി ലോട്ടറി, ക്രോസ്വേർഡ് പസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ലോസസ് ഉണ്ടെങ്കിൽ cannot be set off against such income. Further, no loss under any head can be set off against such income. Losses of lottery, crossword puzzle, gambling and game or betting cannot be set off against such income. Further, no loss under any head can be set off against such income. ലോട്ടറി, ക്രോസ്വേർഡ് പസിൽ ആണെങ്കിൽ അതിൽ നിന്ന് നഷ്ടം ഉണ്ടായാൽ അത് ഒരു ഹെഡിന്റെ ഇൻകം ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ അനുവാദമില്ല. അത് നഷ്ടമായിട്ട് തന്നെ നമ്മൾ കരുതണം. എന്നാൽ മറ്റ് ഹെഡുകളിൽ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സുകളിൽ നമുക്ക് ഇൻകം ഉണ്ടാവും, ലോസ് ഉണ്ടാവുകയും ലോട്ടറിയിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാവുകയും ചെയ്താൽ മറ്റ് ഹെഡ് സോഴ്സുകളിൽ നിന്നുണ്ടാകുന്ന ലോസിനെ ലോട്ടറി ഇൻകത്തിൽ നിന്ന് തിരിച്ച് സെറ്റ് ഓഫ് ചെയ്യാനും പാടില്ല. അതായത് ലോട്ടറി ഇൻകം ലോട്ടറി ലോസും യാതൊരു തരത്തിലും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല. അത് അങ്ങനെ തന്നെ നിലനിർത്തണം. Then losses from specified business. സെക്ഷൻ 35 AD എന്ന് പറയുന്ന സെക്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ലോസ് cannot be set off against ഇൻകം ഫ്രം അതർ ബിസിനസ്. ആ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് മാത്രമാണ് അതിന്റെ ലോസുകൾ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് അനുവദിക്കുക. മറ്റൊരു ബിസിനസിന്റെ ഇൻകവും അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. This loss can be set off only against income from other specified business. ആ ടൈപ്പുള്ള മറ്റ് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മാത്രം. Then losses from an exempt source cannot be set off against a taxable income. exempt സോഴ്സസിൽ നിന്നുണ്ടാകുന്ന ഒരു ലോസിനെ
നമുക്ക് ഒരു ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. നോക്കിക്കേ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഷെയർ cannot ബി അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ അത് നമുക്ക് എക്സംപ്റ്റഡ് ആണ്, ക്യാപിറ്റൽ ഗെയിനിൽ പഠിച്ചു. അതുകൊണ്ട് ഈ ക്യാപിറ്റൽ ഗെയിന്റെ ഈ പറഞ്ഞ എക്സംപ്റ്റഡ് ഇൻകത്തിനെ നമുക്ക് ഒരിക്കലും ഈ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ അകത്ത് ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കുക, ഏതൊക്കെയാണ് അതിന്റെ സ്പെഷ്യൽ കേസസ്. ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഒന്ന് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോളുക. അത് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങളൊന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ.